എന്താ സാറ് പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഈ സാറ് സാറ് എന്നുള്ള വിളി ഒന്ന് അവസാനിപ്പിക്കണമെന്ന് പറയാം. പിന്നെന്താ വിളിക്കേണ്ടത്? കൺവീനിയന്റ് ആയി വേറെ എന്തെങ്കിലും പേര് വിളിക്കുന്നത് ഏതായാലും എനിക്ക് ഇഷ്ടമല്ല. ഒന്നുമില്ലെങ്കിൽ പ്രായത്തിൽ എന്നേക്കാൾ കുറെ കൂടി ഇളയതല്ലേ. ചേട്ടനെ വിളിക്കണമായിരിക്കും. എന്താ അങ്ങനെ വിളിച്ചുകൂടെ? പിന്നെ എന്ത് വിളിക്കും? എനിക്കറിയില്ല. ഇന്നലെ തീരെ നനച്ചിരിക്കാതെ ശാലിനിയെ കണ്ടുമുട്ടിയപ്പോൾ പിന്നെയും കാണണമെന്ന് തോന്നി. എന്തോ പറയണമെന്നുണ്ട്, എന്താണെന്ന് നിശ്ചയമില്ല. മറ്റെത്രയോ പെൺകുട്ടികളുണ്ട് ഈ കോളേജിൽ. അവരോടൊന്നും തോന്നാത്തൊരു പ്രത്യേകത എന്റെ ശാലിനിയോട് തോന്നാൻ. എനിക്കറിയില്ല. ഞാൻ പോകണം. പോയിക്കോളൂ. പോട്ടെ. നാളെ വരുമോ? ഇല്ല. മറ്റന്ന്? ഇല്ല. അതിനടുത്ത ദിവസം? അപ്പോ ഇനി വരികയില്ല? മറ്റന്നാൾ വരണം. ഉച്ചതിരിഞ്ഞ് എനിക്ക് ക്ലാസ്സില്ല. എനിക്ക് തുടക്കത്തിലേ തോന്നിയിരുന്നു. എന്ത്? ഈ ഗുട്ടൻസ് ഗുലാബി ആവുമെന്ന്. പോടി. എന്തായാലും ആളെ തെറ്റില്ല. തേ പിടിച്ചത് പൂങ്കൊമ്പ് തന്നെയാ. അതിനിപ്പോ ആരാ പിടിച്ചത്? ആവോ, ആർക്കറിയാം. എനിക്കിപ്പോ അതല്ല പേടി. നീ ഭ്രാന്തത്തിയ. അടുത്ത കൊല്ലം ഞാനും ഇല്ല. കോളേജിൽ വെച്ച് അധികം അടുപ്പമൊന്നും കാണിക്കാൻ പോകരുത് കേട്ടോ. പിള്ളേര് നോക്കിയിരിക്കുക ഒരു കഥ കിട്ടാൻ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അധികം സ്വാതന്ത്ര്യമൊന്നും കാണിക്കരുത് കേട്ടോ. ഇല്ലെന്നേ. ഡേ, ഒന്നാമത് തെക്കനാ. വിശ്വസിച്ചൂടാ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ ജീവിതത്തിലേക്ക് ശാലിനിയെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ എനിക്കാരുമില്ല. അച്ഛനോ അമ്മയോ അങ്ങനെ ആരും. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ക്ഷണിക്കുക. അവരൊക്കെ എവിടെ? ഇറങ്ങി. നേരമായി. അടുത്ത ആഴ്ച തന്നെ ട്രാൻസ്ഫർ ശരിയാകുമെന്നാ പറയണ കേട്ടത്. എന്നാലും ഇവിടെ നിന്നുകൊണ്ട് ബാങ്കിൽ പോകാൻ പറ്റില്ല.
10-30 കിലോമീറ്ററെങ്കിലും ഉണ്ടാവും. അപ്പോ അവിടെ വീടെടുക്കണമായിരിക്കും. എല്ലാ ആഴ്ചയിലും ഞാൻ നിനക്ക് എഴുതാം. നീ മറുപടി എഴുതണം. നീ എഴുതിയില്ലെങ്കിലും എന്റെ കത്ത് അവിടെ കിട്ടിക്കൊള്ളു. കോളേജ് തുറക്കാറായി. ഇനി ഞാൻ തനിച്ചു പോണം. മോളെ, രാഘവായത്തിന് മുമ്പ് ഇറങ്ങണം. ഹാപ്പി ഫ്രഷ് ഇയർ. താങ്ക് യു സർ. ഇത് ഫൈനൽ ഇയർ അല്ലേ? കുഴപ്പമാതെ പഠിച്ചോണം. ഇക്കൊല്ലം ഡിഗ്രി എടുത്തില്ലെങ്കിൽ പിന്നെ ഡിഗ്രി എടുക്കലുണ്ടാവില്ല. ഈ ഒരു കൊല്ലം കൂടി അവധി തന്നിരിക്കുക പഠിക്കാൻ. അടുത്ത കൊല്ലം പഠിത്തം വേറെ എന്തെങ്കിലും ആയിരിക്കും. എന്റെ കഴിഞ്ഞ കത്തിന് മറുപടി കിട്ടിയില്ല. മറുപടി കിട്ടാനുള്ള സമയം ആകുന്നേ ഉള്ളൂ എന്ന് അറിയാതെയല്ല. എങ്കിലും വീണ്ടും എഴുതുകയാണ്. കോളേജ് തുറന്നു, എല്ലാം പഴയതുപോലെ തന്നെ. പക്ഷേ നീ ഇല്ലാത്തത് കൊണ്ടാവണം ആകെ ഒരു രസവുമില്ല. പഴയ കൂട്ടുകാരെല്ലാരും ഉണ്ട്. ബിന്ദു ഇപ്പോൾ വേറെയാണ് കോളേജിലേക്ക് പോകുന്നതും വരുന്നതും. അവളെ കുറിച്ചൊരു സ്വകാര്യം. അവൾ പ്രേമത്തിലാണെന്നാണ് കോളേജിലെ സംസാരം. കാമുകനായിരുന്നോ? നീ ചിരിക്കില്ലല്ലോ. റോയ്. പിന്നെന്താണ്? ഒന്നുമില്ല. ജയെ ദിവസവും കാണാറുണ്ട്. കോളേജിൽ വെച്ച് കാണുമ്പോൾ ഞങ്ങൾ തമ്മിൽ എന്ത് ഗൗരവത്തിലാണെന്നോ. നിനക്കും ഉണ്ണിയേട്ടനും സുഖമാണല്ലോ. വിശേഷം വല്ലതും ഉണ്ടെങ്കിൽ അറിയിക്കണേ. കോളേജിലെ എല്ലാ വിശേഷങ്ങളും അവൾ എനിക്ക് എഴുതി. ചിരിച്ചതും മിണ്ടിയതും കിളിച്ചതും മുളച്ചതും എല്ലാം. അവളുടെ ജീവിതത്തിലൂടെ വീശിപ്പോകുന്ന ഇളം കാറ്റിനെ കുറിച്ച് പോലും ഞാൻ അറിയണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവൾക്ക് എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാനില്ലായിരുന്നു. ഒന്നും. എന്റെ ശാലിനി, എന്റെ സ്വന്തം ശാലിനി.
പ്രോബ്ലം ശാലിനി? ഫോക്കസിങ് ശരിയാവുന്നില്ല. വൈ? ലെറ്റ് മീ സീ. ഇപ്പൊ നോക്കൂ. വേണ്ട, ഞാനത് ഫോക്കസ് ചെയ്താണ്. എനിക്ക് പറയാനാണ്. നോക്കൂ. എനിക്ക് നല്ല തലവേദനയുണ്ട്, അതുകൊണ്ടായിരിക്കും. അതെയോ? എങ്കിൽ വീട്ടിൽ പോയിക്കോളൂ. തലവേദനയും വെച്ച് ഇതിലൂടെ നോക്കണ്ട. എന്താ ഇന്നും സമരമോ? അല്ല, പിന്നെന്താ നേരത്തെ? വല്ലാത്തൊരു തലവേദന. അതിന് വല്ല ഗുളികയും വാങ്ങി കഴിച്ചാൽ പോരെ? ക്ലാസ് കട്ട് ചെയ്ത് വരണോ? വന്ന് വന്ന് കുട്ടികൾക്ക് ഇപ്പൊ പഠിക്കണമെന്നേ ഇല്ല. എന്താ കുട്ടി, വല്ല ആസ്പോ അനാസിനോ വല്ല മേടിപ്പിക്കണോ? വേണ്ട, ദാ ചായ കുടിക്കൂ. അവിടെ വെച്ചോളൂ. കുളിക്കുമ്പോ വൃത്തിയായി തലതോർത്തൂല്ല, എത്ര പറഞ്ഞാലും. ബാക്കിയൊക്കെ തൊഴിൽ കൊടുക്കരുത് കേട്ടോ. ചേച്ചി അറിഞ്ഞായിരുന്നു? അല്ല, ഉണർന്നിരിക്കായിരുന്നു. എന്താ കുട്ടിക്ക് വേണ്ടേ? എന്താ വേണ്ടെന്ന്? ഒന്നും വേണ്ട. എനിക്ക് പോയിക്കൂടെ? എന്താ ഇവിടെ? എന്താന്ന്? നിന്നോട് ഞാൻ അടങ്ങി ഒതുങ്ങി നടക്കണം പറഞ്ഞിട്ടില്ലേ? എന്താ ഇവിടെ? ചോദിച്ചു നോക്കൂ. എന്താ ഇവിടെ? വാങ്ങിക്കൂ എന്റെ കയ്യിൽ നിന്ന്. ചേച്ചി ഇന്ന് വിരിഞ്ഞു. ഇന്ന് എനിക്ക് സ്കൂളിൽ വെച്ചുകൊണ്ട് പോകാനുള്ളതാ. ഞാൻ പറഞ്ഞില്ല ഇന്ന് വിടരുമെന്ന്. എന്താ കുട്ടി കുറേശ്ശെ? ആ
കുട്ടി 2 ദിവസമായിട്ട് അത് വിരിഞ്ഞോ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നീ എന്താ കാട്ടിയത്? എന്താ ഇവിടെ ഒച്ചയും ബഹളവും? ദേ ആ പൂവിന്റെ സ്ഥിതി ഒന്ന് നോക്കൂ. ശാലിനി, എന്താ ഇത്? അസൂയ. ആ ഇളയ കുട്ടി ഇത്ര വൃത്തിയായി സ്കൂളിൽ പോകുന്നത് കാണാൻ പാടില്ല. അത് തന്നെ. ഇവിടെ വാടി. ഇല്ല, ഞാൻ പോയി പെണ്ണ് വഷളായിക്കൊണ്ടിരിക്കുക.